First question, draw a triangle of circumradius 3 centimeter and two of the angles 32.5 degree and 37.5 degree. ഇത് നിങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞാൽ ത്രികോണത്തിൻ്റെ രണ്ട് കോണുകൾ 32 ഡിഗ്രി 37 ഡിഗ്രി വരുന്ന രീതിയിലുള്ള ത്രികോണത്തിൻ്റെ പരിവൃത്ത ആരം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 3 സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് ചോദിച്ച് തന്നിട്ടുണ്ട് എങ്കിൽ ത്രികോണം നിർമ്മിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ചിത്രത്തിൽ വരയ്ക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാവുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിലത്തെ പ്രധാനപ്പെട്ട ഐഡിയ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സർക്കം സർക്കിൾ പറഞ്ഞ കുട്ടികൾക്കറിയാം. ഒരു സർക്കിള് വരച്ചാൽ ഈ സർക്കിളിൻ്റെ സർക്കിളിലത്തെ പോയിന്റിലായിരിക്കണം എന്ത് വരിക, ട്രയാങ്കിളിൻ്റെ വെർട്ടിസസ് വരിക. അപ്പോൾ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഈ ത്രികോണത്തിൻ്റെ പരിവൃത്താണ് ഇത്. നമുക്ക് തന്നതെന്താ, ത്രികോണത്തിൻ്റെ പരിവൃത്ത ആരം, അതായത് ഒരു വൃത്തത്തിൻ്റെ ആരം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ ആംഗിൾ തന്നിട്ടുണ്ട്. ആരുടെ ആംഗിള്? ഈ ട്രയാങ്കിളിൻ്റെയാണ് ആംഗിൾ തന്നത്. ഇവിടുത്തെ റേഡിയസും ഇവിടുത്തെ ഇതും. അപ്പോൾ എങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റും? അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ, നോക്കൂ കുട്ടികളെ, ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ആംഗിൾ, അതായത് കേന്ദ്രത്തിലുണ്ടാകുന്ന ഈ കോണിൻ്റെ പകുതിയായിരിക്കും ഇവിടെ വരിക. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ആംഗിൾ വരുമ്പോൾ അതിൻ്റെ നേരെ ഡബിളാണ് സെൻറ്ററിൽ അത് റേഡിയസ് ഉണ്ടാക്കുന്നുണ്ടാവുക. അതാണ് അതിലത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. മനസ്സിലായില്ലേ? ത്രികോണത്തിലെ ഒരു കോണിൻ്റെ ഇരട്ടി ഉണ്ടാക്കും ഈ ആരങ്ങൾ തമ്മിൽ കേന്ദ്രത്തിൽ. അതാണ് അതിലത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് 3 സെൻറ്റിമീറ്ററിൽ 3 സെൻറ്റിമീറ്ററിൽ 3 സെൻറ്റിമീറ്റർ എടുക്കാൻ അറിയാം. 0 മുതൽ 3 വരെയുള്ള ദൂരം എടുക്കുക. 3 വരെയുള്ള ദൂരം എടുത്തു. നേരെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്, ടെക്സ്റ്റിലത്തെ പ്രോബ്ലമാണ് ഇപ്പം ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏത് പ്രോബ്ലവും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വരച്ചു കഴിഞ്ഞതിന് ശേഷം ആ റേഡിയസ് ഞാനവിടെ മാർക്ക് ചെയ്യാണ് കേട്ടോ. റേഡിയസ് മാർക്ക് ചെയ്യുകയാണ്. എത്രയാണ് മാർക്ക് ചെയ്യുന്നത്? വരച്ചിട്ട് റേഡിയസ് ഇവിടെ വരച്ചു കഴിഞ്ഞു. സെൻറ്ററിൽ നിന്ന് ഇവിടത്തേക്ക് അത് 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആംഗിൾ ഞാനിവിടെ എഴുതാം. 32.5 ഡിഗ്രിയും 37.5 ഡിഗ്രിയും 32.5 ഡിഗ്രിയും 37.5 ഡിഗ്രിയാണ് നിങ്ങൾക്ക് തന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം അറിയേണ്ടത് ഇതിൻ്റെ നേരെ ഡബിൾ ഇവിടെ എഴുതി വെക്കുക. അപ്പോൾ 65 ഡിഗ്രി, ഇവിടെ എത്ര വരും? 75 ഡിഗ്രി. അപ്പോൾ ഈ ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ വരുമ്പോൾ, ഈ സെക്കൻഡ് റേഡിയസ് എന്നിട്ട് ട്രയാങ്കിൾ വരക്കേണ്ട പ്രോബ്ലങ്ങൾ പറയുമ്പോൾ തന്നിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ ആംഗിളിൻ്റെ ഡബിളാണ് നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ നിർമ്മിക്കുമ്പോൾ വരക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കണം. പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആംഗിൾ 32.5 അല്ല 65 ഡിഗ്രിയാണ്. കാരണം ഇതിന് നേരെ ഡബിളാണ് ഇവിടെ വരിക. നമ്മൾ സെൻറ്ററിലാണ് വരക്കുന്നത് ഇപ്പോൾ. അപ്പോൾ എത്രയാണ് വരക്കുന്നത്? നമ്മൾ 65 എടുക്കും. അവിടെ ശ്രദ്ധിക്കണം, പ്രൊട്രാക്ടർ വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്കവിടെ 65 എന്ന് പറയുമ്പോൾ 60ൻ്റെയും 70ൻ്റെയും ഇടയിലാണ് കേട്ടോ. 60ക്കും 70ക്കും ഇടയിലാണ് എന്തെടുക്കേണ്ടത്, ആ ആംഗിൾ മാർക്ക് ചെയ്യേണ്ടത്. അല്ലാണ്ട് 60ൻ്റെ ഇപ്പുറം മാർക്ക് ചെയ്തരുത്. അപ്പോൾ അത് 55 55 ആയിട്ട് മാറും. ഇനി ഈ സെൻറ്ററും ഈ മാർക്ക് ചെയ്ത പോയിന്റ് തമ്മിൽ ഞാൻ ജോയിൻ ചെയ്യുകയാണ്. ഓക്കെ, ജോയിൻ ചെയ്തു. ഇങ്ങോട്ട് വേണമെങ്കിൽ ഇങ്ങോട്ടും വരക്കാം. ഓക്കെ, അപ്പോൾ ഇത് 65 ഡിഗ്രിയാണ് ഇതുള്ളത്. അടുത്തത് നമുക്ക് വേണ്ടത് 75 ഡിഗ്രിയാണ്. ഇപ്പം ഈ വരച്ച റേഡിയസിൽ ഇവിടെ ഇപ്പോൾ ഞാനൊരു വര വരച്ചിട്ടുണ്ടല്ലോ, ആ വരച്ച വരയിൽ നിന്ന് എത്ര എടുക്കുക? 75 എടുക്കുക. ശ്രദ്ധിക്കണം, 70നും 80നും ഇടയിലാണ് എടുക്കേണ്ടത്. എടുത്തു. അതും അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഇത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യുക. ഇതും തമ്മിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ സർക്കിൾ വരെ ഇങ്ങനെ ഡോട്ട് ഇട്ട് വേണം വരക്കാം. സർക്കിളിന് ശേഷം ഇങ്ങനെ വരച്ചാലും മതി. അപ്പോൾ ഇവിടെ നമുക്ക് 3 പോയിന്റ് ഇവിടെ എഴുതാം. ഈ ആദ്യം വരച്ചത് ഞാൻ സെൻറ്റർ O എഴുതി, ഈ ആദ്യം വരച്ചത് A എഴുതി, ഇപ്പോൾ ഇവിടെ വരച്ചതിന് ഞാൻ B എഴുതുക, ഇവിടെ C എഴുതുക. ABC. ഇനി ഒന്നുമില്ല, ഈ കൂളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, Aയും Bയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, Bയും Cയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നോക്ക്, ഇവിടെ കുട്ടികൾക്ക് ചെറിയതാ, ബിയും സിയും ജോയിൻ ചെയ്യാം. പിന്നെ ട്രയാങ്കിൾ ABC എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക കുട്ടികളെ, ട്രയാങ്കിൾ ABC എന്ന് പറയുമ്പോൾ ABC എന്ന് പറയുമ്പോൾ AB ഉണ്ടാവും, BC ഉണ്ടാവും, പിന്നെ CA ഉണ്ടാവും അല്ലേ. അപ്പോൾ AB ആയി BC ആയി, CA വരച്ചിട്ടില്ല.
അപ്പോൾ സിയും എയും തമ്മിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇത് പല കുട്ടികൾക്കും ഈ വരക്കുന്നത് തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ ട്രയാങ്കിളിൻ്റെ സൈഡുകൾ ഏതെല്ലാമെന്ന് അറിഞ്ഞാൽ മതി. ഇത് തമ്മിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഈ ട്രയാങ്കിളാണ് ഈ പറഞ്ഞിരിക്കുന്ന അളവിലുള്ള ട്രയാങ്കിള്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യം എന്താണ്? ഇത് ഈ പറഞ്ഞിരിക്കുന്ന കോൺ എ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ കേട്ടോ. അപ്പോൾ ഇതാണ് കോൺ എ വരിക, ഇത് കോൺ സി ഇപ്പുറത്തതാണ്. ഇപ്പം കോൺ ബി എന്ന് പറയുന്നത് ഫുള്ളായിട്ടും വരും. അപ്പോൾ 32.5 ഡിഗ്രി കിട്ടും നിങ്ങൾക്ക്. ഇതാണ് 32.5 ഡിഗ്രി വരും. ഇതാണ് 32.5 വരും കേട്ടോ. അത് നിങ്ങൾ അറിഞ്ഞ് കൂടുതൽ കൺഫ്യൂഷൻ ആക്കണ്ട. എങ്കിലും ഞാൻ കുട്ടികൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതാണ് 32.5 വരില്ല, കാരണം ഇതിന് നേരെ ഹാഫാണ് വരിക. അപ്പോൾ ഇത് എത്ര വരില്ല? 37.5 വരും. മറ്റേത് വരച്ചത് 75 അല്ലേ, ഇത് 75 അല്ലേ വരച്ചത്. അപ്പോൾ ഇതെത്ര വരും? 37.5 ഡിഗ്രി ഇത് വരും. പിന്നെ ഇത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ട്രയാങ്കിൾ ABC ആയി. ആംഗിൾ എഴുതാൻ അറിയില്ലെങ്കിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വരച്ചു കഴിഞ്ഞു. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് വന്നു. രണ്ടാമത് അതിൽ രണ്ടാമത്തെ വരുന്നത് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ ഏരിയ, അതായത് സമചതുരത്തിൻ്റെ പരപ്പളവ് 6 സ്ക്വയർ സെൻറ്റിമീറ്റർ, 6 ചതുരശ്ര സെൻറ്റിമീറ്റർ ആവുന്ന തരത്തിലുള്ള ഒരു സമചതുരം നമ്മൾ വരക്കണം. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം 6 സമചതുരം നോക്കിക്കോ, 6 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ സെൻറ്റിമീറ്റർ, അതായത് മലയാളത്തിൽ പറഞ്ഞാൽ 6 സെമി ചതുരശ്ര സെൻറ്റിമീറ്റർ ഏരിയയുള്ള ഒരു സ്ക്വയർ ആണ് നമ്മൾ വരക്കേണ്ടത്. ശ്രദ്ധിക്കുക, ഇതിൻ്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. 6 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 6ന് നമുക്ക് ഏതെല്ലോ തരത്തിൽ നമ്മൾക്ക് എന്ത് ചെയ്യുക? പിരിച്ചെഴുതുക. അതായത് പ്രൊഡക്റ്റ് ആക്കിയിട്ട് 2 നമ്പറിൻ്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് 1 എഴുതാം, 3 × 2. ഇനി 6 × 1 എന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എപ്പോൾ എഴുതുന്ന കണക്ക് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്പറിനെ ഏകദേശം ഒരു മിഡിൽ വരുന്ന പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതുന്നതായിരിക്കും നല്ലത്. അല്ലാണ്ട് 6 × 1 എഴുതുന്ന തെറ്റൊന്നുമില്ല. അത് ഞാൻ രണ്ടാമത് പറഞ്ഞുതരാം. അപ്പോൾ 3 × 2 എഴുതുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 3 എന്തിനെയാണ് കുറിക്കുന്നത്, 2 എന്തിനെയാണെന്നാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ 3ഉം 2ഉം കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ 3ഉം 2ഉം കൂടിയിട്ടുള്ള ഡിസ്റ്റൻസ് ആദ്യം നമ്മൾ ഈ ദൂരത്തിൽ നമ്മൾ ഒരു ലൈൻ വരക്കണം. ശ്രദ്ധിക്കണം, 6 എന്ന് പറഞ്ഞാൽ 3 × 2, 3 + 2 5. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ 5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കും. അപ്പോൾ ഞാൻ മറ്റേ 6നെയും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്തിട്ട് വേഗം പഠിക്കാം. 6 എന്ന് പറയുന്നത് ഒരു കുട്ടി 6 × 1 എഴുതി. അപ്പോൾ ആ കുട്ടി ഈ 6ഉം 1ഉം എങ്ങനെ എടുക്കുക വെച്ചാൽ, 6 + 1 = 7 സെൻറ്റിമീറ്ററിലാണ് ആ കുട്ടി അപ്പോൾ ലൈൻ വരക്കുക എന്നർത്ഥം. അത്രയേ ഉള്ളൂ. ഉത്തരവസാനം എല്ലാവർക്കും ഒരേപോലെ തന്നെ കിട്ടും. അപ്പോൾ 3ഉം 2ഉം വെച്ചിട്ട് 5 സെൻറ്റിമീറ്ററിൽ 3 + 2 ആണ് എടുക്കേണ്ടത്. വരക്കുമ്പോൾ എടുക്കേണ്ടത് പ്ലസ് ആണ് എടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, 3 + 2 5 സെൻറ്റിമീറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലൈൻ നമ്മൾ വരക്കുന്നു. ശ്രദ്ധിക്കുക, ഇപ്പോൾ 0 മുതൽ 5 വരെയുള്ള ദൂരത്തിൽ വരച്ചു. അതിൽ ഈ 3ഉം 2ഉം ഇതിപ്പോൾ ടോട്ടൽ വരുന്ന എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ അതിൽ നമ്മളുടേത് വരുന്നത് എത്രയാണ് വരുന്നത്? ഈ 3ഉം 2ഉം വേണമെങ്കിൽ ഇവിടത്തേക്ക് 3 ഉണ്ട്, ഇവിടത്തേക്ക് 2 ഉണ്ട്. അത് കോംപ്ലിക്കേഷൻ ആക്കണ്ട. ഈ 5 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ മിഡ് പോയിന്റ് എടുക്കണം. ഈ 5ൻ്റെ മിഡ് പോയിന്റ് മധ്യബിന്ദു എടുക്കണം. അത് 5 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് 2.5 വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അതായത് ഇതിൻ്റെ ഇടയിൽ വരുന്ന 2.5 നിങ്ങൾക്ക് കിട്ടും. 2.5 കിട്ടും. ചിലപ്പോൾ അങ്ങനെ കിട്ടില്ല. ഇപ്പോൾ 6.5 ആണ് വരും. അപ്പോൾ അങ്ങനത്തെ നമ്പർ വരുമ്പോൾ കിട്ടില്ല. അപ്പോൾ നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കും. അപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കാനും കുട്ടികൾ അറിഞ്ഞിരിക്കണം. അത് ഞാൻ പിന്നീട് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2.5 ദൂരത്തിൽ ഇവിടെ കിട്ടി നമുക്ക്. ഇനി ചെയ്യേണ്ട കാര്യം, നമ്മൾ ഈ കോമ്പസ് എടുക്കുക, ഇവിടെ എടുക്കുക, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നോക്ക്, ഇവിടുന്ന് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സെമി സർക്കിൾ നമ്മൾ വരക്കുന്നു. ഓക്കെ,
സെമി സർക്കിൾ വരക്കുന്നത്. ഓക്കെ, ഈ സെമി സർക്കിൾ വരച്ചതിന് ശേഷം അപ്പൊ ഇത്ര പേർ മനസ്സിലായല്ലോ. 3 2 5 എടുത്തു, 5ന്റെ നേരെ പകുതി എടുത്തു. ഇനി നമ്മളുടെ ആള് 3 2 ആണല്ലോ, 3 2 അല്ലേ ആളില്ലേ. അപ്പോൾ നമ്മൾ ആ 3ന്റെ ദൂരം ഇവിടെ കണ്ടെത്തുക. 3 അത് നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. ഇത് 3 ആണ്. ഇത് മിഡ് പോയിന്റ്. ആ മിഡ് പോയിന്റ് ഞാൻ O എന്ന് വിളിക്കുക, O എന്ന് ഞാൻ വിളിക്കാം. ഇതേതാണ് ഇവിടുന്ന് ഇവിടത്തേക്ക് 3. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് തരാം. ഇവിടത്തേക്കുള്ള ദൂരം 3 ആണ്. അപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം 2 ആയിരിക്കും. കറക്റ്റ്. ഈ 3ൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരക്കണം. നമുക്ക് ലംബം വരക്കണം. ലംബം വരക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് നമ്മുടെ സെറ്റ് സ്ക്വയർ. ഈ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് സെറ്റ് സ്ക്വയർ ലൈനിന് കറക്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ വെക്കുന്നു. ഇങ്ങനെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു പോയിന്റിലേക്കൂടെ നമ്മൾ നേരെ ഇങ്ങോട്ട് വരക്കുന്നു. ഓക്കെ, ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ നീളം നമ്മളുടെ പ്രോബ്ലം അതിൻ്റെ തിയറി പ്രകാരം പഠിക്കുന്നത് എത്ര കിട്ടും? 3ഉം 2 ആണ് ഈ ദൂരം വരുന്നുണ്ടെങ്കിൽ ഇത് √3 × 2 വരും. ഏത് വരും? ഈ ദൂരം വരും. √3 × 2. √3 × 2 എന്ന് പറഞ്ഞാൽ എത്ര? √6 വരും. ഏത് നീളം? ഈ നീളം. അതായത് 3ഉം 2ഉം ഗുണിച്ചതിൻ്റെ റൂട്ട്. അതായത് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്ന ഒരു തിയറം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് √6 ആണ്. അപ്പോൾ √6 സെൻറ്റിമീറ്ററുള്ള ലൈൻ വരക്കാൻ പറഞ്ഞാലും നിങ്ങൾ ഇതേപോലെയാണ് വരക്കേണ്ടത്. 6നെയാണ് മാറ്റി എഴുതി വരക്കേണ്ടത്. പക്ഷെ നമ്മൾക്ക് ഇവിടെ വരക്കേണ്ടത് ആരെയാ? സ്ക്വയറിനെ വരക്കേണ്ടത്. അപ്പോൾ സ്ക്വയറിനെ വരക്കാൻ പറഞ്ഞാൽ എന്ത് വേണം? ഈ √6 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? 4 ഭാഗങ്ങളിൽ വരുന്ന രീതിയിൽ സ്ക്വയറിനെ വരക്കണം. സിമ്പിളായിട്ട് നമുക്ക് വരക്കാം. നോക്ക്, ഇതാ ഇവിടുന്ന് എടുത്തോ, ഇവിടുന്ന് ഈ ദൂരം എടുത്തോ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒരു മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈൻ നമുക്ക് ഇങ്ങോട്ട് നീട്ടി സ്കെയിൽ വെച്ചിട്ടാണ് നീട്ടണ്ടേ. സ്കെയിൽ വെച്ചിട്ട് നമുക്ക് നീട്ടി വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സ്കെയിൽ വെച്ച് നീട്ടി വരച്ചാൽ നമുക്ക് ഈ നീളവും ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളവും ഈക്വലായി. ഇനി എന്ത് ചെയ്താൽ മതി? നമ്മളുടെ സെറ്റ് സ്ക്വയർ നമ്മൾക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നേരെ എന്ത് ചെയ്യുക? അളക്കണ്ട, ഇങ്ങനെ ഒരു വര വരക്കുക. ഇങ്ങനെ വര വരച്ചിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മളുടെ ഈ കോമ്പസിൽ എത്രയുണ്ട്? √6 ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യുക? √6 ഇവിടെ മാർക്ക് ചെയ്യുക. √6 മാർക്ക് ചെയ്താൽ തീർന്നു. എന്ത് ചെയ്താൽ മതി? ഈ ഒരു പോയിന്റും ഇവിടെ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റും കൂടെ തമ്മിൽ ജോയിൻ ചെയ്താൽ നമുക്ക് എന്തായി? നമ്മൾക്ക് ആവശ്യമുള്ള മനോഹരമായിട്ടുള്ള സ്ക്വയറായി. ഇതിൻ്റെ ഏരിയ, ഇതിൻ്റെ ഉള്ളിലുള്ള ഏരിയ, ഒരു സൈഡ് √6 ആണെങ്കിൽ ഏരിയ അല്ലെങ്കിൽ മലയാളത്തിൽ പരപ്പളവ് എന്ന് പറയുന്നത് എത്ര വരും? √6 × √6 = 6 അല്ലെങ്കിൽ √36 6 സ്ക്വയർ സെൻറ്റിമീറ്റർ യൂണിറ്റ് എഴുതിയാൽ അപ്പോൾ എന്തായി? ഇതാണ് അതിൻ്റെ ചിത്രം വരിക. ഓക്കെ, അപ്പോൾ 6 പകരം ഒരു കുട്ടി 6 × 1 എഴുതിയാലോ? 6 + 1 7 ആവും. അപ്പോൾ അവിടെ എന്താ ചെയ്യുക? നമ്മൾ 7 സെൻറ്റിമീറ്ററിൽ വരക്കും, ലൈൻ വരക്കും. എന്നിട്ട് അതിൻ്റെ മിഡ് പോയിന്റ് കാണും. നമ്മൾ ഇങ്ങനെ വരക്കും. എങ്ങനെ വരക്കും? ഈ ആർക്ക് വരക്കും. മിഡ് പോയിന്റിൽ കുത്തിയിട്ട് ഇങ്ങനെ വരക്കും. അപ്പോൾ പിന്നെ മേലോട്ടൊരു വര പൊക്കണ്ടേ? അതെങ്ങനെ കിട്ടുക? നമ്മൾ 6ഉം 1ഉം 7 സെൻറ്റിമീറ്ററിലേ വരച്ചിട്ടുണ്ടാവുക. നോക്ക്, ഞാൻ വെറുതെ പറയുന്നത് മാത്രമാണ്. 6ഉം 1ഉം 7 സെൻറ്റിമീറ്ററിലേ വരച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇത് 6 ആയിരിക്കും, ഇവിടുന്ന് ഇവിടത്തേക്ക് 1 ആയിരിക്കും. ഓക്കെ, ഇവിടത്തേക്ക് 6 ആയിരിക്കും. ഇവിടെ നമുക്ക് സെൻറ്റർ കിട്ടുമല്ലോ. 7ന്റെ സെൻറ്റർ നമുക്ക് കിട്ടും 3.5 എടുത്ത് സെൻറ്ററായി. ഇവിടെയാണ് നമ്മൾ ആർച്ച് വരക്കേണ്ടത്. ഇങ്ങനെ ഇതുമാതിരി വരക്കുക. ഓക്കെ, ഒരു സെമി സർക്കിൾ പകുതി വൃത്തം വരക്കുക. നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു പകുതി വൃത്തം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നു? ഇവിടെ കുത്തിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? പെർപെൻഡിക്കുലർ ഈ സാധനം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടുന്ന് കുത്തനെ ഇങ്ങോട്ട് വരക്കുന്നത്. ഓക്കെ, കുത്തനെ വരച്ചു. അപ്പോൾ ഈ നീളം കിട്ടിയല്ലോ. ഈ നീളം എത്രയായിരിക്കും? √6 ആയിരിക്കും ഈ നീളം വരിക. അപ്പോൾ എന്ത് ചെയ്യും? ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്ക്വയർ നമ്മൾ വരക്കും. ഓക്കെ, അപ്പോൾ ഇവിടത്തേക്ക് 6 ആണ്, ഇവിടത്തേക്ക് 1 ആണ്. ടോട്ടൽ എത്ര വരുന്നുണ്ടാവും? 7 വരുന്നുണ്ടാവും. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? ഞാൻ വരച്ച ചിത്രം ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് ഇതേമാതിരി കുറച്ചിങ്ങനെ ആയിപ്പോയത് കേട്ടോ. ഓക്കെ, ശരി.
അപ്പോൾ നിങ്ങൾ എന്തറിയണം, അപ്പോൾ നമ്മൾ ഒരു നമ്പർ കിട്ടിയാൽ ആദ്യം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം, ഇങ്ങനെ ഇതേമാതിരി ഗുണിച്ചിട്ട്, എന്നിട്ട് അതിൻ്റെ രണ്ടും കൂടെ കൂട്ടിയ നീളമാണ് ടോട്ടൽ എടുക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് മിഡ് പോയിന്റ് വരച്ചു. പിന്നെ കുത്തനെ വരക്കുന്നത് എത്ര? ഈ 3ഉം 2 എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ 3 ആ 3 എടുത്തിട്ടാണ് കുത്തനെ വരക്കേണ്ടത്. അപ്പോൾ 2 ചോദ്യം നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സ്ക്വയർ വരക്കാൻ പറഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 10 സ്ക്വയർ സെന്റിമീറ്റർ ഉള്ള ഒരു സമചതുരം ഒരു സ്ക്വയർ വരക്കാൻ പറഞ്ഞാലോ 10 സ്ക്വയർ സെന്റിമീറ്റർ 10ന് 5 × 2 എഴുതും, 5 × 2 എന്ന് എഴുതും. അപ്പോൾ 5 + 2 7 ആവും. 7ന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കും, ഇങ്ങനെ വരക്കും. ഓക്കെ. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് അങ്ങനെ വരക്കാൻ പറ്റും. രണ്ടാമത്തെ ചിത്രം ആ ടൈപ്പിൽ വരക്കാൻ പറ്റും. ഇനി അതിൽ വരുന്ന മൂന്നാമത്തെ ചിത്രം എന്താ അറിയോ? ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് വിഡ്ത്ത് 5 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 3 സെന്റിമീറ്റർ. അപ്പോൾ റെക്റ്റാങ്കിൾ വരക്കണം, വിഡ്ത്ത് ഹൈറ്റ്. അപ്പോൾ എന്താണ് റെക്റ്റാങ്കിൾ? നമുക്ക് ഈ ഷേപ്പിൽ വരുന്നതാണ് റെക്റ്റാങ്കിള്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ സംഭവമാണ്. എത്ര? 5 സെന്റിമീറ്റർ, ഹൈറ്റ് 3. അതായത് ലെങ്ത് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞ മാതിരി വിഡ്ത്ത് ഹൈറ്റ്. ഓക്കെ, ആകെ 2 ഡിഫറെൻറ്റ് മെഷർമെൻറ്റിലേ ഉണ്ടാവുള്ളൂ. ഏതിന്? റെക്റ്റാങ്കിൾ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? റെക്റ്റാങ്കിൾ വരച്ചു കഴിഞ്ഞു. ഇത് ഒന്നാമത്തെ ചിത്രം 5 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററിലും വരക്കണം. അപ്പോൾ നമ്മൾക്കത് ഈസി ആയിട്ട് വരക്കാൻ പറ്റും അല്ലേ? റെക്റ്റാങ്കിൾ വരക്കാൻ വലിയ പണിയില്ലല്ലോ. എന്ത് ചെയ്താൽ മതി? നമ്മൾ ആദ്യം 5 സെന്റിമീറ്റർ വരക്കുക. 5 സെന്റിമീറ്റർ വരച്ചു. പിന്നെ എന്ത് വരക്കണം? ഇത് 5 ആയി. പിന്നെ 3 സെന്റിമീറ്റർ വരക്കണം. അപ്പോൾ ഇങ്ങനെ ഇത് സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക? ഇതിൽ 3 കിട്ടുന്നുണ്ടെങ്കിൽ 3 കിട്ടുക. എത്ര? 3 ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെ 3 മാർക്ക് ചെയ്യുക, കുത്തനെ വരക്കുക. അപ്പോൾ ഇപ്പുറവും അതേമാതിരി വെക്കുക. ഇവിടെ എന്ത് കിട്ടും? 3 കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, ലൈനിൽ കറക്റ്റായി വെക്കണം. താഴത്തെ ലൈനിൽ കറക്റ്റ് ആക്കിയിട്ട് വെക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് എത്ര കിട്ടും? ഇതും നിങ്ങൾക്ക് 3 എന്ന് പറയുന്നത് ഇതും കിട്ടും. 3 ആയിട്ട് കേട്ടോ. ഓക്കെ, ഇവിടെയും കിട്ടി, 3 കിട്ടി. അപ്പോൾ ഇതെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇങ്ങനെ വരച്ചാൽ ആദ്യത്തെ ചിത്രമായി, റെക്റ്റാങ്കിളായി. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ, 90 വരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചത് ഏതാണ്? സെറ്റ് സ്ക്വയർ ആണ്, മട്ടം ആണ് നമ്മൾ ഉപയോഗിച്ചത്. ഓക്കെ, അത് കറക്റ്റാക്കി. ഇനി എന്താണ് അതിൽ പറഞ്ഞറിയോ? ഡ്രോ എ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞു. ഡ്രോ എ സ്ക്വയർ ഓഫ് സെയിം ഏരിയ. ഇതേ ഏരിയയുള്ള, ഇതേ പരപ്പളവുള്ള ഒരു ചതുരം, ഒരു സ്ക്വയർ നിർമ്മിക്കണം, ഒരു സമചതുരം നിർമ്മിക്കണം. ഇതേ ഏരിയയുള്ളത് ഉണ്ടാവണം. അപ്പോൾ എന്താ അർത്ഥം? നീളം 5ഉം വീതി എത്രയാണ് പറഞ്ഞത്? 3. ഇതിപ്പോൾ റെക്റ്റാങ്കിൾ ആണ്. 5 × 3 15 ഇത് വരല്. 5 × 3 15 ഇതിൻ്റെ എന്ത് വരല്? ഏരിയ വരല്. ഓക്കെ, ഐഡിയ മനസ്സിലാക്കണേ. ഏരിയ വരല് 5 × 3 15. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ 5ൻ്റെ ഈ 3 ഉണ്ടല്ലോ ഇവിടെ. ഓക്കെ, ഈ 3നെ നമ്മൾ ഇങ്ങോട്ട് കിടത്തി വെക്കുന്നു. 3 ഇങ്ങോട്ട് കിടത്തി വെക്കും. ശ്രദ്ധിക്കണേ, 3നെ ഇങ്ങോട്ട് കിടത്തി വെക്കുന്നു. അതായത് ഈ ലൈനിൽ തന്നെ, അല്ലെങ്കിൽ ഈ ലൈനിൽ ഇങ്ങനെ വരച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ലൈനിൽ ഇങ്ങനെ വരച്ചിട്ട് 3 കൂടെ അല്ലേ വേണ്ട? ഇവിടത്തേക്ക് 5 ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടത്തേക്ക് 3, അതായത് ഈ നീളത്തിന് ഇവിടത്തേക്ക് കിട്ടി. അപ്പോൾ ഇതെത്ര കിട്ടി? 3 കിട്ടി. അപ്പോൾ നേരത്തെ നമ്മൾ വരച്ചത് മാതിരിയായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇങ്ങനെയുള്ളൊരു വര, ഇവിടത്തേക്ക് 5 ഉണ്ട്, ഇവിടത്തേക്ക് 3 ഉണ്ട്. നേരത്തെ വരച്ച മാതിരി പ്രോബ്ലം. ഇവിടത്തേക്ക് 5, ഇവിടത്തേക്ക് 3, 3. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചത്? 5 3 8 ആയില്ലേ? ടോട്ടൽ 5 + 3 എത്ര കിട്ടി? 8 കിട്ടി. 5 + 3 8 ആകുമ്പം 8ൻ്റെ മിഡ് പോയിന്റ് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ സെമി സർക്കിൾ വരക്കും. അതേ പ്രോസസ്സാണ് ഇവിടെയും ചെയ്യേണ്ടത്. അപ്പോൾ എന്താ ചെയ്യുക? ഇതിൽ തന്നെ വരക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇത് 5 3 8 ആയല്ലോ. 8 ആകുമ്പം 8ൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഇവിടത്തേക്ക് 4. അപ്പോൾ 4 ഇവിടത്തേക്ക് 4 ഇവിടത്തേക്ക് വരുന്നത്. അവിടെ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മളുടെ കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് കോമ്പസിൻ്റെ ഇവിടുന്ന് ഇവിടത്തേക്കും, ഓക്കെ, ഈ ദൂരം കണ്ടില്ലേ? ഈ ദൂരം കാണുന്നുണ്ടല്ലോ, ഈ ദൂരം. അതുപോലെ ഇവിടെ 2 സെയിം ആയിരിക്കുമല്ലോ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഇതിങ്ങനെ വരക്കുന്നു. ഓക്കെ,
ഈ ദൂരത്തിൽ ഇവിടെ ഒരു ആർക്ക് വരക്കുന്നു. ആർക്ക് വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ആർക്ക് വരച്ചു കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? നമ്മൾ എന്താ ചെയ്യല്? എവിടെയാണോ 5 3 അല്ലേ നീളമുള്ളത് അല്ലേ? 5 3 അല്ലേ വരുന്നത്? 5 3. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടത്തേക്കല്ലേ 5 വരുന്നത്? 5 വരുന്നത് ഇവിടത്തേക്കാണ്. ഇതാ ഇവിടത്തേക്കാണ് 5 വരുന്നത്. ആ 5-ൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പെർപെൻഡിക്കുലർ വരക്കുക. പെർപെൻഡിക്കുലർ എങ്ങനെയാണ് വരക്കുക? 5 ഇവിടെയുണ്ട്. നോക്ക്, 5-ൽ നിന്ന് പെർപെൻഡിക്കുലർ വരക്കാൻ പണിയില്ല. നോക്കിക്കോളൂ, നേരെ പെർപെൻഡിക്കുലർ വരച്ചാൽ മതി. നേരെ പെർപെൻഡിക്കുലർ വരച്ചാൽ അതിന് മുട്ടിച്ചാൽ മതി. നേരത്തെ വരച്ചതിൻ്റെ വരേൻ്റെ ഇടം മുട്ടിച്ചു. ഓക്കെ, അപ്പോൾ ഈ നീളം ഉണ്ടല്ലോ, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ലെങ്ത് ഇല്ലേ, ഈ ലെങ്ത് എടുത്തിട്ട് നമ്മളൊരു സ്ക്വയർ വരച്ചാൽ നമ്മളുടെ ഐഡിയ ആയി. അപ്പോൾ നേരത്തെ വരച്ച അതേമാതിരി വരക്കാം. ഇവിടെ കുത്തിയിട്ട് ഇവിടത്തേക്കുള്ള ദൂരം എടുത്തിട്ട് ഒരു വര ഇവിടെ ഇട്ടു. എന്തിനാ ഈ വര ഇട്ടത്? ഈ നീളം തന്നെ നമുക്ക് ഇങ്ങോട്ടും കിട്ടണം. കാരണം സ്ക്വയർ അല്ലേ? സ്ക്വയർ ആണ്. അപ്പോൾ എല്ലാം ഒരേമാതിരി വരണം. അപ്പോൾ ഈ ദൂരം കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ഇതേ സെറ്റ് സ്ക്വയറിൽ ഈ ദൂരം ഉണ്ടല്ലോ നമ്മളുടെ കയ്യിൽ, ഈ ദൂരമുണ്ട്. അപ്പോൾ ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ കുത്തിയിട്ട് നമ്മളല്ലേ ഇങ്ങനെ ആക്കിയാൽ മതി. ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ എന്തെടുത്താൽ മതി? 90 ഡിഗ്രി എടുത്താൽ മതി. 90 ഡിഗ്രി നോക്ക്, കുത്തനെ എടുത്തിട്ട് കുത്തനെ 90 ഡിഗ്രി എടുത്താൽ നമ്മളുടേതായി. കൺഫ്യൂഷനും വേണ്ട. 90 ഡിഗ്രി എടുത്തു. അപ്പോൾ ഇതിവിടെ കട്ട് ചെയ്തല്ലോ. ഇത് വരച്ചതിന് ശേഷം കട്ട് ചെയ്താൽ മതി. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത മാതിരി. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ പോയിന്റും കൂടെ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്താൽ നമ്മളുടേതായി. ഓക്കെ, അപ്പോൾ എന്തായി മാറി? 5x3 വരുന്ന ഇതേ ഏരിയ തന്നെ ആയിരിക്കും ഈ സൈഡിനും തമ്മിൽ വരുന്നുണ്ടാവുക. എന്താ കാരണം? 5x3 വരുമ്പം ഇത് എത്ര വരും? √15 വരും. ഇതിൻ്റെ നീളം ചോദിച്ചാൽ എത്ര ഉണ്ടാവും? സ്ക്വയറിൻ്റെ നീളം ചോദിച്ചാൽ കഴിഞ്ഞാൽ ഉത്തരം എഴുതണം, √15 എഴുതണം. ഈ ചോദ്യത്തിൽ എന്തേ പറഞ്ഞിട്ടു? ഈ 5ഉം 3ഉം വരുന്ന റെക്റ്റാങ്കിൾ ചതുരത്തിന്റെ അതേ പരപ്പളവുള്ള ഏരിയയുള്ള ഒരു സ്ക്വയർ നിർമ്മിക്കാനേ പറഞ്ഞിട്ടു. അപ്പൊ ഇപ്പൊ നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു. ഇതാണ് നമ്മളുടെ സ്ക്വയർ വരുന്നത്. ഐഡിയ മനസ്സിലായല്ലോ? അപ്പൊ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. 5ഉം 3ഉം ആയിരുന്നു ഉണ്ടായത്. നമ്മൾ എന്ത് ചെയ്തു? ഈ 5x3 നമ്മൾ ഇങ്ങോട്ട് നീട്ടി വരച്ചപ്പോൾ 5ഉം 3ഉം 8ആയി. അതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു, സെമി സർക്കിൾ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ 5ഉം 3ഉം അല്ലേ നമ്മളെ നീളം. ഈ ആദ്യത്തെ നമ്പർ ഉണ്ടല്ലോ, ആദ്യത്തെ വലിയ നമ്പർ ഇല്ലേ, ആ വലിയ നമ്പർ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മേലോട്ട് വരക്കുന്നത്. ഓക്കെ, മേലോട്ട് വരച്ചു. അപ്പോൾ അതിൽ മുട്ടി ആ ദൂരം വെച്ചിട്ട് എല്ലാ സൈഡും അതേ നീളം വെച്ചിട്ട് വരച്ചാൽ നമുക്ക് എന്തായി? സ്ക്വയർ ആയി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ഇടണം കേട്ടോ. ഓക്കെ. അതിൻ്റെ തന്നെ രണ്ടാമത്തെ പാർട്ടാണ്, ബി ആണ് ഇനി പറയാൻ പോകുന്നത്. ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് ദി സെയിം ഏരിയ വിത്ത് വിഡ്ത്ത് 6 സെന്റിമീറ്റർ. അതായത് ആദ്യം നമ്മൾക്ക് തന്നത് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും, 5 സെന്റിമീറ്ററും 3 റഫാണ് ചിത്രം, 5 3 നിങ്ങൾക്ക് തന്നത്. പറഞ്ഞത് എന്താണെന്നറിയോ? ഇത് വിഡ്ത്ത് എന്നാണ് പറഞ്ഞത് കേട്ടോ. നമ്മൾ ലെങ്ത്തിന് ഇത് വിഡ്ത്ത് എന്നാണ് പറഞ്ഞത്, ഇത് ഹൈറ്റ് എന്നാണ്. അതായത് ഇത് വീതി എന്നാണ് പറഞ്ഞത്, ഇത് ഉയരം എന്നാണ് പറഞ്ഞത്. ഓക്കെ, എന്താണ് പറഞ്ഞറിയോ? ഈ വിഡ്ത്ത് 1 സെന്റിമീറ്റർ നീട്ടിയിട്ടാണ് വരക്കേണ്ടത്. അപ്പം അതേമാതിരിയുള്ള ഒരു ചിത്രം നമ്മൾ വരക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? സമയത്തിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞാൻ ആദ്യം സ്ക്വയർ പെട്ടെന്ന് വരക്കുകയാണ്. ശ്രദ്ധിക്കൂട്ടളെ, 5 സെന്റിമീറ്റർ ആദ്യം നമ്മളൊന്നങ്ങ് വരച്ചു. എന്നിട്ട് 5 സെന്റിമീറ്റർ വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 3 സെന്റിമീറ്റർ വരക്കണ്ടേ? ഞാൻ തൽക്കാലം ഇങ്ങനെ തന്നെ പെട്ടെന്ന് 3 സെന്റിമീറ്റർ വരക്കുകയാണ്. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ അതേമാതിരി തന്നെയാണ് വരക്കേണ്ടത്. അപ്പുറം വരച്ചത് കൊണ്ട് നിങ്ങളത് ഡൗട്ടുള്ള കുട്ടികൾ എങ്ങനെയാണ് ഇത് വരക്കേണ്ടത് നോക്കുക. നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ടാണ് വരക്കേണ്ടത് കേട്ടോ. ഓക്കെ, വരച്ചു. ഇനി ഇത് രണ്ടും കൂടെ തമ്മിൽ ജോയിൻ ചെയ്യൂ. ഇതാണ് 5 3 റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ചതുരം. ഇത് 5 ഇത് 3. ഓക്കെ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ വീതി 1 കൂട്ടുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? 5 എന്നുള്ളത് എത്ര എടുക്കുന്നു? 5 എന്ന് പറയുന്നത് 5 എന്ന് പറയുന്നത് 1 കൂടെ കൂട്ടിയിട്ട് 6 വരെ എടുക്കുന്നു. ഓക്കെ, ശ്രദ്ധിക്കണേ, ഇവിടത്തേക്ക് 6 ആയി കേട്ടോ. അതായത് ഇത് 1. ഐഡിയ മനസ്സിലായല്ലോ? ഇത് 1. അപ്പോൾ ടോട്ടല് 6 ആയി. ഇനി എന്താണെന്നാണ് ഇവിടെ നിങ്ങൾ അറിയേണ്ട കാര്യം. ശ്രദ്ധിക്കുക, ഈ നീളമാണ് കൂട്ടുന്നത്.
അപ്പോൾ കൂട്ടാത്തത് ഈ നീളമാണ് അല്ലേ? ചതുരത്തിന് ഒരു നീളവും ഒരു വീതിയുമാണ്, ഒരു ലെങ്ത്തും ഒരു ബ്രെഡ്ത്തും ഉള്ളത്. ആ ലെങ്ത്തിൽ കൂട്ടി അപ്പോൾ ബ്രെഡ്ത്ത് കൂട്ടുന്നില്ലല്ലോ, ഇല്ല. അപ്പോൾ ഈ കൂട്ടാത്ത ഈ ബ്രെഡ്ത്ത്, അതായത് ഈ 3, ഇതിനെ ഇങ്ങനെ ചെരിച്ച് കിടത്തുക, ഇങ്ങോട്ട് ഇങ്ങോട്ട് ചെരിച്ച് കിടത്തുക. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഭാഗത്ത് 3 വരക്കുക. ശ്രദ്ധിക്കണേ, എന്തുകൊണ്ടാണ് വരക്കുന്നത് ചോദിച്ചാൽ ഏതാണോ കൂട്ടുന്നത് ആ കൂട്ടാത്തതിനെയാണ് കിടത്തി വരക്കേണ്ടത്. ഓക്കെ, കറക്റ്റ്. അപ്പോൾ ഇത് ഇവിടെ എത്ര വരും? ഇത് 3 ഇവിടെ വന്നു. ഇപ്പം ഈ പറഞ്ഞ 3 വന്നു. ഓക്കെ, ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇതാ ഈ ഈ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റ്, ഈ പോയിന്റ് വെച്ചിട്ട് നിങ്ങൾ ഇതാ ഈ ഇവിടത്തേക്കുള്ള ദൂരം, ഏഴത്തേക്കുള്ള ദൂരം, ഈ 6 ഈ 6 ലാസ്റ്റ് വരില്ലേ, ആ 6ന്റെ ദൂരത്തിൽ നമ്മൾ ഒരു ആർക്ക് ഇങ്ങനെ വരക്കുന്നു. ആർക്ക് വരക്കുന്നു. ഈ ആർക്കനെ വരക്കണമെന്നില്ല, ചെറിയൊരു ആർക്കായാലും മതി. പക്ഷെ പിന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വരക്കുന്നത്. എന്നിട്ട് ഈ വരച്ച വരി, ഈ വരി ഉണ്ടല്ലോ, ഈ വര, അത് നീട്ടി വരക്കുക. ഓക്കെ, നീട്ടി വരക്കുക. അപ്പോൾ ഇവിടെ മുട്ടിയല്ലോ. അപ്പോൾ ചില കുട്ടികൾ പറയും ആദ്യം ഇത് നീട്ടി വരച്ചൂടെയെന്ന്. ഇങ്ങനെ വരക്കുമ്പോൾ കറക്റ്റായിട്ട് വരക്കാൻ പറ്റും. അല്ലെങ്കിൽ ആദ്യമാണ് ഈ ആർക്കിന് മുമ്പേ ആണ് ഇത് വരക്കുന്നതെങ്കിൽ ഇതിങ്ങനെ നീട്ടി വരക്കേണ്ടി വരും. ഓക്കെ, അത്രയേ ഉള്ളൂ വിഷയം. ഇത് നീട്ടി വരച്ചിട്ട് പിന്നെ ദൂരം എടുത്ത് കഴിഞ്ഞ് ശ്രദ്ധിക്കണം, ഇവിടത്തേക്കുള്ള ദൂരം എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റായി. പ്രിയപ്പെട്ട കുട്ടികളെ, ഇനിയാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഇപ്പോൾ ഒരു പോയിന്റ് കിട്ടി, നമുക്ക് ആവശ്യമുള്ളതാണ്. ഇവിടെ ഒരു പോയിന്റ് കിട്ടി, ഇതിനെ ഇങ്ങോട്ട് കിടത്തി വെച്ചതാണ്. പിന്നെ എന്താണെന്നറിയോ, എടുക്കേണ്ട പോയിന്റ് ഇതല്ല. ശ്രദ്ധിക്കണേ, ഈ ഒരു പോയിന്റാണ് എടുക്കേണ്ടത്. ഈ ഒരു പോയിന്റ് നമ്മൾ ആദ്യം വരച്ചതിൻ്റെ മൂലയാണ് എടുക്കേണ്ടത്. അതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക അറിയോ, ഒരു ട്രയാങ്കിൾ വരക്കുക. ശ്രദ്ധിക്കുക, ഒരു ട്രയാങ്കിൾ. ഇത് രണ്ടും എടുക്കും കുട്ടികൾ, തെറ്റിക്കൊന്നുമില്ല. പക്ഷെ ഇതിന് പകരം ചില കുട്ടികൾ ഇതെടുക്കും. തെറ്റാണ്. ഈ ആദ്യം വരച്ച റെക്റ്റാങ്കിളിൻ്റെ മൂലയാണ് എടുക്കേണ്ടത്. ഓക്കെ, അത് 3 എടുത്തു. എടുത്തതിന് ശേഷം ഇനി ചെയ്യേണ്ടത് എന്താ അറിയോ, ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സർക്കിൾ, അതായത് ഒരു പരിവൃത്തം വരക്കണം. അത് വരക്കാൻ നിങ്ങൾക്കറിയാം, 3 സൈഡിൻ്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ, 2 എണ്ണത്തിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ മതി. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ സൈഡിൻ്റെ ലംബ സമഭാജി ആദ്യം വരക്കുകയാണ്. ഈ ലൈനിൻ്റെ പകുതിയിലധികം എടുത്തു. ശ്രദ്ധിക്കണേ, ലംബ സമഭാജിയുടെ പകുതിയിലധികം, ഇവിടത്തേക്ക് പകുതിയാണ്, അതിൻ്റെ മേലെ ഹാഫിൽ മോർ ദാൻ ഹാഫ് എടുത്തു. എന്ത് ചെയ്യുക, ഒരാർക്ക് ഇവിടെ വരച്ചു, ഒരാർക്ക് ഇവിടെ വരച്ചു. ശ്രദ്ധിക്കണേ, ഇനി ഇപ്പുറം കൊടുത്തു, ഇവിടെ വരച്ചു, ഇവിടെ വരച്ചു. മനസ്സിലായല്ലോ? ഈ വരക്കുന്നത് കൊണ്ടാണ് ഇവിടെയും കൊടുത്തിട്ട് ആർക്ക് വരക്കുന്നത്. അത് രണ്ടും കൂടെ ജോയിൻ ചെയ്തു. നമ്മൾ ജോയിൻ ചെയ്തു. ഇനി ഈ വരക്കുന്ന ഞാൻ, കാരണം ഇപ്പുറം ഒരുപാട് വര ഉണ്ടായത് കൊണ്ടാണ്, ലൈൻ ഉണ്ടായതുകൊണ്ടാണ് വരക്കാത്ത കേട്ടോ. അതിനും വരക്കാം, ഇതിനാണ് ഞാൻ വരക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ പകുതിയിലധികം, ഇത് പകുതിയിലധികമായല്ലോ, ഇതാ ഈ ദൂരം പകുതിയിലധികം ഇല്ല, ഈ ലൈനിനെ കാട്ടും ഉണ്ട്. ഇവിടെയും വരച്ചു, അതേപോലെ ഇപ്പുറവും വരച്ചു. ഇപ്പുറം വരക്കുമ്പോൾ അതന്നെ വന്നു, കാരണം എന്താ, നേരത്തെ വരച്ചത് തന്നെ വരച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഇവിടെ എടുത്തു, ഇവിടെ എടുത്തിട്ടാകുമ്പോൾ ഇവിടെ വരച്ചു. തെറ്റിക്കല്ലേ, ക്രോസ് ചെയ്യുന്നത് ശ്രദ്ധിക്കണേ. വേറെ ആൾ നമ്മളിപ്പം ക്രോസ് ചെയ്ത് തന്നെ എടുക്കണം. അതേതെല്ലാണ്, ഇതുമാണ് ആ ക്രോസ് ചെയ്തത്. അതിലത്തെ ഏറ്റവും പ്രയാസമുള്ള പ്രോബ്ലമാണ് ഇപ്പോൾ ഈ പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. ഓക്കെ, 2 ലൈനും കൂടെ ജോയിൻ ചെയ്യുന്നു. കുറച്ച് മാറിപ്പോയി, ലൈൻ ജോയിൻ ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ നോക്ക്, ഇതിൽ ഈ ഈ വരച്ച വരയും ഇതല്ല കേട്ടോ, തെറ്റിപ്പോയി. ഇതല്ല, ഈ കുത്തനെ വരച്ച വരയും കൂട്ടിമുട്ടുന്ന സ്ഥലമാണിത്. ഓക്കെ, ഇവിടെ കോമ്പസ് വെച്ചിട്ട് ശ്രദ്ധിക്കണേ, ഇവിടെ തെറ്റിക്കല്ലേ, ഇവിടെ ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി. എവിടെയല്ല, ഈ കുത്തനെ വരച്ച വര, അതിനാണ് ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കുന്നത്. പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഇന്റർസെക്ട് ചെയ്ത്, അതായത് കൂട്ടിമുട്ടി എടുക്കുന്നതിന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മളുടെ ഈ 3 പോയിന്റ്, നമ്മൾ നേരത്തെ എടുത്ത 3 ട്രയാങ്കിളിന്റെ പോയിന്റില്ലേ, അത് കറക്റ്റായിട്ട് വരും. ഇവിടെ എത്തി, കണ്ടില്ലേ, മനോഹരമായ എന്തായി മാറി, ഒരു സർക്കിൾ ഇപ്പം നമുക്ക് കിട്ടി. കണ്ടില്ലേ സർക്കിൾ കിട്ടിയില്ലേ, ഇപ്പം നമുക്ക് മനോഹരമായ ഒരു സർക്കിൾ കിട്ടി നമുക്ക്. ഈ സർക്കിൾ കിട്ടിയാൽ നിങ്ങൾ കണ്ടോ കുട്ടികളെ, ഈ സർക്കിൾ കിട്ടിക്കഴിയുമ്പോൾ നോക്കിക്കോ, നിങ്ങൾക്ക് നേരത്തെ തിയറിയിൽ പഠിച്ചൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇങ്ങനെയുള്ള ഒരു സർക്കിൾ വരുമ്പോൾ അതിൽ ഇങ്ങനെ ഒരു
ഒരു കോഡ് വന്നോ, ഇങ്ങനെ ഒരു കോഡ് വന്നാൽ ഇവിടെ പി എന്നുള്ള പോയിന്റ് എടുത്താൽ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ പ്രോപ്പർട്ടിയാണ് ഇവിടെ വരുന്നത്. നോക്ക്, ഇവിടെ ഈ മാർക്കർ പെന്ന് കൊണ്ട് ഇങ്ങനെ വരച്ച സർക്കിൾ കണ്ടോ? ഇതാ ഈ പോയിന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഇതിപ്പം ഈ പോയിന്റ് നമ്മൾ എടുത്താൽ ഈ പോയിന്റ് ഇതിപ്പം വരച്ചത് സർക്കിൾ വരക്കാനുള്ള പോയിന്റാണ്. നമ്മളുടെ മാത്സ് പ്രോബ്ലത്തിന് തിയറി പ്രകാരം വരുന്നത് ഈ പോയിന്റാണ്. ഈ പോയിന്റ് പി എടുത്താൽ പിയിൽ നിന്ന് ഇവിടത്തേക്ക് കട്ട് ചെയ്ത ദൂരം ഇൻറ്റു പിയിൽ നിന്ന് ഇവിടത്തേക്ക് കട്ട് ചെയ്ത ദൂരം സമം ഈ ദൂരം ഇൻറ്റു ഈ ദൂരം വരും. നോക്കൂ കുട്ടികളെ, ഈ ദൂരം റെക്റ്റാങ്കിളിന്റെ ലെങ്ത് ആണ് 5. ഈ നീളം റെക്റ്റാങ്കിളിന്റെ വിഡ്ത്ത് ആണ്. കറക്റ്റ് അല്ലേ? ബ്രെഡ്ത്ത് ആണ്. നോക്കേ, അപ്പോൾ ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് നീളം ഇൻറ്റു വീതി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ഈ നീളം തന്നെയാണ് ഈ നീളം. അപ്പോൾ ഈ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആരുടെ ലെങ്ത്തായി, ആരുടെ ഏരിയയായി? റെക്റ്റാങ്കിളിന്റെ ചതുരത്തിന്റെ പരപ്പളവായി. അപ്പൊ അതിന് തുല്യമാണ് എന്ത് കിട്ടുക? പി ഈ ഡിസ്റ്റൻസ് ഇൻറ്റു പി ഇപ്പുറത്തെ ഡിസ്റ്റൻസ്. നോക്കിക്കോ, ഇത് ഇൻറ്റു ഇത് വന്നു. അപ്പോൾ ഇത് പുതിയ നീളമായിട്ട് ഈനെടുക്കുക. എത്ര? ദാ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളല്ലേ ഇവിടുന്ന് ഇവിടത്തേക്ക് എടുത്തത്. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളാണ് ഇവിടുന്ന് ഇവിടത്തേക്ക് എടുത്ത ആദ്യ സർക്കിൾ വരച്ചത്. അപ്പോൾ എന്തായി മാറി? ഈ നീളവും ഈ വീതിയുമുള്ള എന്ത് ചെയ്താൽ മതി? ഒരു റെക്റ്റാങ്കിൾ വരച്ചാൽ മതി. അത് വരക്കാൻ വരക്കുമ്പോൾ ശ്രദ്ധിക്കണം കുട്ടികളെ, എന്താണ് ചെയ്യേണ്ടത്? ഈ നീളം, നീളം എന്ന് പറഞ്ഞാൽ ഇപ്പം വരച്ച സർക്കിൾ മുട്ടിയ നീളം, ആ നീളം വരുന്ന രീതിയിൽ ഏതിൽ വരച്ചാൽ മതി? ഇതിലിപ്പം ഒരു വര വരച്ചാല് ഈ വീതി വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു റെക്റ്റാങ്കിൾ ഇങ്ങോട്ട് വരച്ചാല് അത് എന്തായി മാറി? ഇതിന് ഈക്വൽ ആയിട്ടുള്ള റെക്റ്റാങ്കിൾ ആക്കിയിട്ട് മാറും. അപ്പോൾ എന്ത് ചെയ്യണം? ഈ പോയിന്റ് ഇവിടെ കിട്ടി, അതിനെ കുത്തനെ വരക്കണം. കുത്തനെ നമുക്ക് ഇങ്ങനെ വരക്കാൻ അറിയാലോ. ഇങ്ങനെ വരച്ചിട്ട് കുത്തനെ നമ്മൾ ഇങ്ങനെ ഇതിനെയാണ് ഞാൻ റെക്റ്റാങ്കിൾ ആക്കുന്നത്. അപ്പോൾ കുത്തനെ ഞാൻ ഇങ്ങനെ വരച്ചു. ഈ നീളത്തിലാണ് വരക്കേണ്ടത്. ഈ നീളത്തിൽ വരച്ചാൽ അത് തമ്മിൽ ഇതിങ്ങനെ ജോയിൻ ചെയ്താൽ പ്രിയപ്പെട്ട കുട്ടികളെ നമുക്ക് കിട്ടും ദാ ഇതിന്റെ നീളം കൂട്ടി ഇത് 6 ഉണ്ടാവും. ഇവിടുന്ന് ഇവിടത്തേക്ക് 6 ഉണ്ടാവും. പക്ഷെ എന്നേരം എന്ത് ചെയ്യും? വീതി കുറയും. കാരണം എന്താ? ടോട്ടൽ 15 പാടുള്ളൂ. 5 × 3 15 പാടുള്ളൂ. അപ്പോൾ ഇത് 6 വരും. ഇത് 2.5 വരും. ഇവിടുന്ന് ഇവിടത്തേക്ക് അളന്നു നോക്കിയാൽ ഇത് 2.5 ഉണ്ടാവും. അളന്നു നോക്കിയാൽ ഇത് എത്രയുണ്ടാവും? 6 ഉണ്ടാവും. അതിൽ വരക്കുമ്പോൾ ഒന്നും കൂടെ ഞാൻ പറഞ്ഞിരുന്നു. എന്താണ് വരക്കുന്നത്? ആദ്യം റെക്റ്റാങ്കിൾ വരക്കുന്നു. ഏതാണോ കൂട്ടാൻ ആഡ് ചെയ്യാൻ പറഞ്ഞത് അത് അത്രപ്പൊരു നീട്ടി വരക്കുന്നു. എന്നിട്ട് ഇതിന്റെ ഈ മൂലയുടെ കിട്ടിയല്ലോ. ഈ മൂലക്ക് 2 കാര്യമുണ്ട്. ഒന്ന്, ഇതിനെ നേരെ കിടത്തി ഇങ്ങോട്ട് വെക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പം ഇവിടുന്ന് ഇവിടത്തേക്ക് നീട്ടിയില്ലേ, ആ നീട്ടിയ ദൂരം തന്നെ ഇങ്ങോട്ട് കിട്ടണം. ആ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നത്. എന്താണ് പണി? ഇവിടുന്ന് ഇവിടെ കുത്തി ഇവിടത്തേക്ക് എടുത്തിട്ട് നമ്മൾ ഒരു ആർക്ക് വരക്കുന്നു. ആർക്ക് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്തും. അപ്പൊ ആ ദൂരത്തിൽ ഇങ്ങോട്ട് എത്തിയാൽ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളം കിട്ടി. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 പോയിന്റ്. ഒരു പോയിന്റ് ഇത്, ഒരു പോയിന്റ് ഇത്, ഒരു പോയിന്റ് ഇത്. ശ്രദ്ധിക്കണം, ഇതല്ല. നമ്മൾ ട്രയാങ്കിൾ വരക്കാൻ എടുക്കുന്നത് നമ്മൾ ആദ്യത്തെ റെക്റ്റാങ്കിളിന്റെ മൂലയാണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, തെറ്റുന്നതാണ് ഞാൻ പ്രത്യേകമായി പറയുന്നത്. എന്നിട്ട് അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ലംബ സമഭാജി വരക്കുന്നു. അപ്പോൾ ഒരു പോയിന്റ് കിട്ടുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ട്രയാങ്കിളിന്റെ വെച്ചിട്ട് 3 മൂലക്കേക്കും ഇവിടുന്ന് വെച്ചിട്ട് ഒരു വൃത്തം വരക്കുന്നു. അപ്പോൾ അത് വരച്ചു. അപ്പോൾ എന്താണ് അറിയേണ്ടത്? ഇവിടെ ഈ വൃത്തം എന്ത് ചെയ്യും? ആദ്യത്തെ സൈഡിനെ നമ്മൾ വീതിനെ അല്ലെങ്കിൽ ഈ ഹൈറ്റിനെ ഇവിടെ കട്ട് ചെയ്യും. ഓക്കെ, ആ കട്ട് ചെയ്യുന്ന ദൂരം ഇങ്ങോട്ട് മാർക്ക് ചെയ്താൽ നമ്മൾ ഇങ്ങനെ കിട്ടുന്നതാണ് നമ്മളുടെ ആവശ്യമുള്ള ഇത്. ഓക്കെ, അത് പ്രധാനപ്പെട്ടതാണ്. പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നല്ലോണം ആലോചിച്ച് പഠിക്കാനുള്ളതാണ് ഈ പ്രോബ്ലം. അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക.